കൊല്ലം പുത്തൂരിൽ വെൽഡിംഗ് തൊഴിലാളി കുത്തേറ്റ് മരിച്ചു. നെടുവത്തൂർ കുഴക്കാട് സ്വദേശി ഷാമു സുന്ദറാണ് മരിച്ചത്. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ഷാമുവിനെ ധനേഷ് വീട്ടിൽ കയറി കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഷാമുവിന്റെ ഭാര്യയും കുട്ടിയും ധനേഷിനൊപ്പമാണ് താമസം. ഭാര്യയുടെ ഓഹരി നൽകണമെന്നാവശ്യപ്പെട്ട് തർക്കമുണ്ടായതായി പോലീസ് പറഞ്ഞു. സംഭവം എനിക്ക് 11:45 ഫോൺ വരുന്നത്, ഒരു കോള് വരുന്നത്. ഇതുപോലെ അടുത്തൊരു ഇത് കിടക്കുന്നത്. ഞാൻ ഓടിച്ചത് അയാളെ പുള്ളി കോൾ ചെയ്ത്, പുള്ളി കോൾ എടുക്കുകയും ചെയ്ത്. പുള്ളി കോളെടുത്ത് കഥ തുറക്കാൻ പറഞ്ഞ്, ഇല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ പറയും തുറക്കാൻ പറഞ്ഞ്. തുറന്നപ്പോൾ കഥ അകത്തോട്ട് പോകുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ വെളിയൊരു കുറ്റി കിടക്കുന്നു. ഞാൻ കുറ്റി തുറന്നപ്പോൾ ഇങ്ങനെ ബിൽഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടാന്ന് ഞാൻ അറിയുന്നില്ല, വല്ല തലയിലോ വല്ല വിചാരിച്ച് ഇങ്ങനെ നിന്ന്. ഉടനെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് അപ്പോൾ വീണ്ടും പുള്ളി കഥ അടച്ചപ്പോൾ അടച്ച് ഈ പുള്ളി ഇവർ വന്നപ്പോഴത്തേക്ക് വീണ്ടും കഥ തുറക്കാൻ പറഞ്ഞ് എന്നെ പണിഞ്ഞ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് ഞാൻ വാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ മറിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ബ്ലഡ് ചീറ്റുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ പറഞ്ഞ് എന്നെ മോനെ വിളിച്ച് പറഞ്ഞ ഒരു കൈരി എടുക്കാൻ പറഞ്ഞു, എളുപ്പം എടുത്ത് കെട്ടാൻ വേണ്ടി. അപ്പോഴത്തേക്ക് പുള്ളി ഒരു സൗണ്ട് ഉണ്ടാക്കുന്നു. അതിനുമുമ്പേ എപ്പോഴും ഇതായിട്ടുണ്ട് പടി. നെടുവത്തൂർ പഞ്ചായത്തിലെ കുഴക്കാട് വാർഡിൽ കുഴക്കാട് ഗുരുമന്ദിരത്തിന് പടിഞ്ഞാറ് ചോതി നിവാസിൽ 42-കാരനായ ഷാമു സുന്ദറാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സമീപവാസിയായ ധനേഷ് മന്ദിരത്തിൽ 37-കാരനായ ധനേഷിനെ പുത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി 12-നായിരുന്നു സംഭവം. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ഷാമുവിനെ ധനേഷ് വീട്ടിൽ കയറി കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി ഷാമുവിന്റെ ഭാര്യയും കുട്ടിയും ധനേഷിനൊപ്പമാണ് താമസം. എന്നെ പിടിച്ചൊരു സംസാരം നടന്നു ഒരു സന്ധ്യ സമയത്ത്. ഇത്രയേ ഉള്ളൂ, ഒരു നിസ്സാര കാര്യം. ഒരു ചീത്ത വിളിക്കുന്നു, ഇതിനെ പണിയും എന്ന് പറയുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ 2 അടി കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഒരു ഇങ്ങനെ പോകുന്നു. അല്ല, പുള്ളി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, പുള്ളി പറഞ്ഞില്ല. എന്നെ പണിഞ്ഞ് ഇത്രയേ പറഞ്ഞുള്ളൂ, പുള്ളി പറയുന്നില്ല. പുള്ളി പറഞ്ഞിട്ടില്ല. ഏതാ ഈ മരിക്കുന്ന വ്യക്തി പറഞ്ഞില്ല, പക്ഷെ എന്നെ പണിഞ്ഞ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പുള്ളി ഇവിടെ തന്നെ എന്നിട്ട് കത്തി ഇവിടെ എൻ്റെ ഇവരെ കൊണ്ട് കളഞ്ഞിട്ടും പോയി. എനിക്ക് പണി തന്നിട്ടും പോയി. എൻ്റെ ഇവരെ കൊണ്ടിട്ട് അങ്ങ് പോയി. അല്ല, അതിനുമ്പേ പോലീസിനെ വിളിച്ചായിരുന്നു. ആരാ? അവർ സുഹൃത്തല്ല, ഞാൻ ഈ പുള്ളി സുഹൃത്താണ്. ഈ പുള്ളി ഞാനും സുഹൃത്താണ്. ഇപ്പം അവർ ഞങ്ങൾ സുഹൃത്തായിരുന്നു. പുള്ളിയുടെ വൈഫിനെ പുള്ളി വിളിച്ചുകൊണ്ടങ്ങ് പോയി. അതിൻ്റെ ഒരു വൈരാഗ്യം കാണും ചിലപ്പോൾ. കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ഓഹരി നൽകണമെന്നാവശ്യപ്പെട്ട് ഷ്യാമുവിന്റെ വീട്ടിലെത്തി ധനേഷ് വഴക്കുണ്ടാക്കിയിരുന്നു. ഇതിനുശേഷം തിരികെ പോയ ധനേഷ് അർദ്ധരാത്രി വീണ്ടും എത്തി ഷ്യാമുവിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഷ്യാമു ഒറ്റയ്ക്കായിരുന്നു താമസം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.